വെടിക്കെട്ടിന് അനുമതി തേടി മരട് കൊട്ടാരം ദേവീക്ഷേത്രം നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. വെടിക്കെട്ട് അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. ഒരു നിരീക്ഷണവും നടത്തുന്നില്ല എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ആചാരക്കാര്യത്തിൽ വ്യക്തത വേണമെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്നും കോടതി പറയുന്നു. ശ്യാം ദേവരാജ്, ശ്യാം, നേരത്തെ തന്നെ ലഭ്യമായിരുന്നില്ല അനുമതി, ഇപ്പോൾ ഹൈക്കോടതി കൂടി തള്ളിയിരിക്കുന്നു. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയിൽ ഈ അടുത്ത ദിവസങ്ങളിലാണ് വലിയ നിലയിൽ ദുരന്തമുണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൂടി കോടതിയെ ഒരിക്കൽ ഈ തീരുമാനമെടുക്കുന്നതിൽ ചിന്തിപ്പിച്ചിട്ടുണ്ടാകാമോ? അങ്ങനെ തന്നെയാണ്. അത് കോടതിയെ മാത്രമല്ല, ഈ തീരുമാനമെടുക്കുന്നതിന് ജില്ലാ കളക്ടറെ ഏറ്റവും അധികം പ്രേരിപ്പിച്ച കാര്യവും ഈ തൃപ്പൂണിത്തുറയിലെ അപകടമാണ്, വെടിക്കെട്ട് അപകടമാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് തൃപ്പൂണിത്തുറ വെടിക്കെട്ട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മരട് വെടിക്കെട്ട് നടത്താനുള്ള അനുമതി ജില്ലാ കളക്ടർ നിഷേധിച്ചത്. മാത്രമല്ല, സിറ്റി പോലീസ് കമ്മീഷണറുടെയും ഒപ്പം തഹസിൽദാരുടെയും റിപ്പോർട്ടും ഇതിന് എതിരായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ അനുമതി നിഷേധിച്ചത്. ജില്ലാ കളക്ടർ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച് ചോദ്യം ചെയ്ത് ആദ്യം മരട് കൊട്ടാരം ക്ഷേത്ര ഭരണസമിതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു. സിംഗിൾ ബെഞ്ച് വെടിക്കെട്ടിന് അനുമതി നൽകുന്നില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല, നിരന്തരം സ്ഥിരം നിയമലംഘകരാണ് ക്ഷേത്ര ഭരണസമിതി എന്ന കാര്യവും കൂടി, അത്തരമൊരു സുപ്രധാനമായ നിരീക്ഷണവും കൂടി ആ വിധിന്യായത്തിലുണ്ടായിരുന്നു. ഇന്നലെ പുറത്തു വന്ന വിധിന്യായത്തിലുണ്ടായിരുന്നു. അതിനെതിരെയാണ് ഇന്ന് അപ്പീൽ പോയത്, ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയത്. ചീഫ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി ഇന്ന് പരിഗണിച്ചത്. ഹർജി പരിഗണിക്കുമ്പോൾ കൊട്ടാരം ക്ഷേത്ര ഭരണസമിതിയുടെ ഒരു വാദങ്ങളും കണക്കിലെടുക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, സിംഗിൾ ബെഞ്ചിന്റെ വിധിന്യായത്തിൽ ഇടപെടുന്നില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. ഈ സിംഗിൾ ബെഞ്ച് അതിന്റെ വിധിന്യായത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നോ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ പ്രത്യേകമായ ഒരു പരാമർശവും ഇപ്പോൾ നടത്തുന്നില്ല എന്ന കാര്യവും കൂടി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് വെടിക്കെട്ട് നടത്താൻ കൊട്ടാരം ക്ഷേത്രം ഭരണസമിതിക്ക് അനുമതിയില്ല. നിങ്ങൾക്ക് അപ്പോൾ ഈ ഭരണസമിതിയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഇത് ആചാരത്തിന്റെ ഭാഗമാണ് വെടിക്കെട്ട്, അത് പൂർത്തിയാക്കാൻ ചെറിയ അളവിലെങ്കിലും വെടിക്കെട്ട് നടത്താനുള്ള അനുമതി ഞങ്ങൾക്ക് നൽകണം, ആചാരം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വേണമെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ തന്നെ സമീപിക്കൂ എന്ന കാര്യമാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞതും. അതുകൊണ്ട് തന്നെയാണ് ഈ ഹർജി അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതും. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകുന്നത്.